വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ തന്റെ സമപ്രായക്കാർ ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ കയറിക്കിടക്കാനിടവും പുസ്തകങ്ങളും വേണമെന്ന് പറയുന്ന താൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മനസ്സുകൊണ്ടിപ്പോൾ തന്റെ കൂട്ടുകാരായ കുട്ടികൾ. ഈ കാഴ്ചകളെല്ലാം പത്തനംതിട്ട വലഞ്ചുഴിയിലെ ഈ 5ാം ക്ലാസ്സുകാരി ശ്രേയയുടെ മനസ്സ് പിടിച്ചുലച്ചു. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. തന്റെ കാതിൽ കിടക്കുന്ന സ്വർണ്ണക്കമ്മൽ വിറ്റ് ആ പണം അങ്ങ് വയനാട്ടിൽ ദുരിതക്കടലിലായ കുട്ടികൾക്കെത്തിക്കാൻ ശ്രേയ തീരുമാനിച്ചു. തീരുമാനം രക്ഷിതാക്കളെ അറിയിച്ചു. കമ്മൽ വിറ്റ് കിട്ടിയ പണം കളക്ടറെ ഏൽപ്പിക്കാൻ ശ്രേയ കളക്ടറേറ്റിലെത്തി. താൻ ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കളക്ടർ പ്രേംകൃഷ്ണൻ ശ്രേയക്കരികിലേക്ക് ചെന്നു. കമ്മൽ വിറ്റ് കിട്ടിയ പണം കളക്ടറെ ശ്രേയ ഏൽപ്പിച്ചു. ടി വിക്കകത്ത് കണ്ടപ്പോൾ സങ്കടം വന്നു. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ കമ്മൽ തരാൻ. അപ്പോൾ അമ്മ അത് പൈസ എടുത്ത് എന്നിട്ട് സുരേഷ് മാമനോട് പറയും. സുരേഷ് മാമൻ കളക്ടറേറ്റിൽ കൊണ്ടുപോകും. കളക്ടറെ കാണണമെന്നും കളക്ടർ കസേരയിൽ ഒരിക്കൽ ഇരിക്കണമെന്നും ആഗ്രഹമുണ്ടെന്ന് ശ്രേയ പറയുമായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്ന പൊതുപ്രവർത്തകൻ എ സുരേഷ് കുമാർ പറഞ്ഞു. പഠിച്ച് കളക്ടറായി ഈ കസേരയിൽ തന്നെ ഇരിക്കണമെന്ന് കളക്ടർ പ്രേംകൃഷ്ണന്റെ വാത്സല്യത്തോടെയുള്ള ഉപദേശം. വാർത്തകളിൽ വയനാട്ടിലെ ദുരന്തം കണ്ടപ്പോൾ മനസ്സിൽ വലിയ ദുഃഖം തോന്നിയെന്ന് ശ്രേയ പറഞ്ഞു. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം. 12,000 എനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രേയ തന്റെ കമ്മൽ വിറ്റ് നൽകിയ 12,000 രൂപ മുതൽക്കൂട്ടാകും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.